അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ. സ്വിഫ്റ്റ് ഡിസയർ ഇത് വണ്ടി 2013 വണ്ടി സ്വിഫ്റ്റ് ഡിസയർ. ഇത് വാഗണർ. വാഗണർ ഇത് വണ്ടി 2018 വണ്ടി. ഇത് വണ്ടി 2020 ലാസ്റ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. കിഡ് വണ്ടി 2019 വണ്ടിയാണ്. XV500. XV പറയുമ്പോഴത്തെ ചെറിയ ഗതാഗത സ്മരണകളുണ്ടല്ലോ. ഹോണ്ട അമേസ് വണ്ടി 2014 സിംഗിൾ ഓണർഷിപ്പ് ഇന്നോവ. ഇത് വണ്ടി 2010 മോഡല്. ടൊയോട്ട എത്തിയോസ് പെട്രോള്. 2018 വണ്ടി സിംഗിൾ ഓൾട്രോസ്. എങ്ങനെയാ ഇത് വണ്ടി 2020 8 മാസം വണ്ടിയാണ്. 2020 8 മാസം. നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനുള്ള നമ്മുടെ ഓയിലസ് കാർസിലാണ്. തിരുവനന്തപുരം അമരവെള്ള താന്നിമുടൻ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചുരുക്കൂട്ടടുത്താണുള്ളത്. അപ്പം നമ്മൾ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ കുറെ വണ്ടികളുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരം അമരവെള്ള താന്നിമൂട്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊരു വീഡിയോ ലൈക്ക് കൂടെ ചെയ്യുക. അതുപോലെ വീഡിയോ ഫേസ്ബുക്ക് ആണ്, ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ ഉണ്ട്. ക്യുഡ് വണ്ടി 2019 വണ്ടിയാണ്. ക്യുഡ് 2019 പിന്നെ 37 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ടു പവർ വിൻഡോ, കമ്പനി മ്യൂസിക് സിസ്റ്റം, എയർ ബാഗ് എല്ലാം വരുന്ന വേരിയന്റ് ആണ്. 4 പുതിയ ടയറാണ്. 4 ടയർ പുതിയതല്ലേ? 4 ടയർ പുത്തൻ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ്. ഓക്കെ. അപ്പം കിഡ് എങ്ങനെയാ മൈലേജ് തരണേ? വിലയുണ്ട്, 20 വില കിട്ടും. ഓക്കെ. എത്ര ലിറ്റർ അടിക്കുമ്പോൾ? 1 ലിറ്റർ തന്നെ കിട്ടും. ഓക്കെ. ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. AC എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന റോജൻ ബ്രോ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പം കിഡ് പക്ഷെ വണ്ടി നീറ്റാണ് കാണാൻ. വേറെ ബോഡിയൊക്കെ നീറ്റാണ്. കിലോമീറ്റർ 30,000 ഓടിയിട്ടുള്ളൂ. എഞ്ചിൻ ഭാഗം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്രയ്ക്ക് കൊടുക്കാം? ഒരു 3.35 കൊടുക്കാം. 3.35 നെഗോഷ്യബിൾ ആണോ? സ്ലൈറ്റ് ആയിട്ട്. ലോൺ എത്ര കയറും? ശരി, അടുത്ത വണ്ടി. അപ്പൊ അടുത്ത വണ്ടി XV500. XV പറയുമ്പോഴത്തെ ചെറിയ ഗതാഗത സ്മരണകളുണ്ടല്ലോ. നമ്മുടെ റെഡ് XV. ഓക്കെ. അപ്പൊ എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് വണ്ടി 2012 W8 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 12 W8 ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഓക്കെ. 168 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ബ്ലാക്ക് കളർ. ഇതിലൊക്കെ ആംബിയൻസ് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. സീറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ടല്ലേ? നല്ല ക്വാളിറ്റി ഉണ്ട്. ആംബിയൻസ് ഇതൊക്കെ ഇൻബിൽറ്റ് കമ്പനി വരുന്നതാണ്. ഇൻബിൽറ്റ് വരുന്നത്. ഈ ഡോർ പാഡിന്റെ വരുന്നത് ഇൻബിൽറ്റ് വരുന്നതല്ല. അപ്പം W8 ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. W8 എല്ലാവർക്കും അറിയാം. ടോപ്പ് വേരിയന്റ്, ആ സമയത്ത് ടോപ്പ് വേരിയന്റ്. എയർ കണ്ടീഷൻ കുഴപ്പമില്ല. അത്യാവശ്യം ഒരു 70% ടയർസ് ഉണ്ട്. വണ്ടി കൊള്ളാമല്ലോ? എത്ര കൊടുക്കാം നമുക്ക് വണ്ടി? 5.5 കൊടുക്കാം. 5.5. ലോൺ എത്ര കയറും? ലോൺ അറൗണ്ട് ഒരു 4-5 രൂപ നോക്കാം. പ്രൊഫൈല് പോലെ ഡിപ്പെൻസ് ആണ്. വലിയ വണ്ടിയല്ലേ? ശരി. വണ്ടി ഓൾട്രോസ് എങ്ങനെയാ? ഇത് വണ്ടി 2020 8 മാസം വണ്ടിയാണ്. 2020 8 മാസം വണ്ടി. വെറും സിംഗിൾ ഓണർ വണ്ടി. വെറും 6000 ചില്ലറ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. XZ വേരിയന്റ് ആണ്. 6000 ചില്ലറ കിലോമീറ്റർ. വളരെ കുറച്ച് കിലോമീറ്റർ. ഓക്കെ. സിംഗിൾ ഓണർ, ഫുൾ കമ്പനി സർവീസ്. അലോയ്സ് എല്ലാം വരുന്നുണ്ടല്ലേ? ടോപ്പ് എൻഡ് വണ്ടിയാണോ? ടോപ്പ് എൻഡ് XZ. ടോപ്പ് എൻഡ് ആണല്ലേ? DL കാര്യങ്ങളുണ്ട്. AC പാസിംഗ്, ഫോർ പവർ, സെൻട്രൽ ലോക്കിംഗ്, പിന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. വോയിസ് കമാൻഡ് വരുന്നുണ്ട്. എല്ലാ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സർവത്ര ഫീച്ചർ റിച്ച് ആണ്. കീലെസ് എൻട്രി ആണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം ഉണ്ട്. സൂപ്പർ നല്ല കിട്ടുള്ള സൂപ്പർ അലോയ്സ് വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അതേപോലെ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. സ്പീഡോമീറ്റർ ഡിജിറ്റൽ സ്ക്രീനാണ്. അതറിയാം. പുഷ് സ്റ്റാർട്ട് വരുന്നുണ്ട്. പിന്നെ 4 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, സർവത്ര ഫീച്ചേഴ്സ്, അലോയ്സ് എല്ലാം വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു പുതിയ വണ്ടി 12 ലക്ഷം അറേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഈ പുതിയ വണ്ടിക്ക് 12 ലക്ഷം രൂപ അറേഞ്ച് വരുന്നു. ഇത് പെട്രോളോ മാനുവൽ ആണല്ലേ? പെട്രോൾ മാനുവൽ 1.2 ലിറ്റർ. എങ്ങനെ മൈലേജ് വരും ഓൾട്രോസിന്? അത്യാവശ്യം മൈലേജ് 18 കിട്ടും. ശരി. അപ്പം എത്ര കൊടുക്കാം നമുക്ക് വണ്ടി? നമുക്ക് ഈ വണ്ടി ഒരു 7.5 കൊടുക്കാം. 7 ലക്ഷം രൂപ. വെറും 6000 കിലോമീറ്റർ. നമുക്ക് ഒരു 5 ലക്ഷം രൂപ ലാഭിക്കാം അല്ലേ? തീർച്ചയായിട്ടും 5 ലക്ഷം രൂപ ലാഭിക്കാം. ഒരു 6 കിലോമീറ്റർ വണ്ടി എന്തോ ഇരിക്കുന്നത് അറിയില്ല. അത് പോയിട്ട് 12 ലക്ഷം എന്ന് പറയുന്നത് വണ്ടി നോർമൽ വിലയാണ്. അത് പോയിട്ട് ഫിറ്റിംഗ്സിന്റെ പ്രൈസ് വരുന്നത്. ഓക്കെ. അപ്പൊ ശരി, അടുത്ത വണ്ടി. അപ്പൊ അടുത്ത വണ്ടി ടൊയോട്ട എത്തിയോസ്.
ടൊയോട്ട എത്തിയോസ്. എത്തിയോസ് പെട്രോള് 2018 വണ്ടി, സിംഗിൾ ഓണർ, 61,000 കിലോമീറ്റർ വണ്ടി, ഏറ്റവും ടോപ്പ് എൻഡ് VX. ടോപ്പ് എൻഡ് വണ്ടി. ടോപ്പ് എൻഡ് വണ്ടി. അലോയ്സ് എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ബ്ലാക്ക് ഹൈ ക്വാളിറ്റി വണ്ടി. ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളാം അല്ലേ? അപ്പം ഷോറൂം സർവീസ് ആണോ പുറത്താണോ? ഷോറൂം സർവീസ്. റീപ്ലേസ്മെന്റ് ആക്സസ് എന്തെങ്കിലും ഉണ്ടോ? വണ്ടി നീറ്റ് ആണ്, സ്ക്രാച്ചസ് പോലും ഇല്ല. എല്ലാം കൊള്ളാം, നല്ല കണ്ടീഷൻ വണ്ടി അല്ലേ? ബ്ലാക്ക് ആണോ? ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് അല്ല, പ്യൂർ ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല. ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, വല്ലാത്തൊരു ബ്രൗണിഷ് ബ്ലാക്ക്. ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടാറ്റ വെച്ച് നോക്കുമ്പോൾ ഫീച്ചർ അത്രയും വരുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇത് ബാക്കി ക്വാളിറ്റി വൈസ് ഒക്കെ പക്കയാണ്. പക്ഷേ മെയിൻ്റെനൻസ് ഇല്ല, വലിയ ചിലവില്ലാത്ത വണ്ടി അല്ലേ? വലിയ ചിലവില്ലാത്ത വണ്ടി. അപ്പം പെട്രോൾ എങ്ങനെ മൈലേജ് വരുന്ന വണ്ടിക്ക്? 15-17. ഓക്കെ, അപ്പൊ എത്ര കൊടുക്കാം? നമുക്കിതൊരു 6-15 കൊടുക്കാം. 6-15. ഓക്കെ, അപ്പം ടോപ്പ് എൻഡ് വണ്ടി 2018 വണ്ടി. ടോപ്പ് എൻഡ് വണ്ടി. ഷോറൂം സർവീസ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വണ്ടി. അപ്പം എത്ര ഫിനാൻസ് കയറും? 5 രൂപ ഫിനാൻസ് കയറാം. ശരി, അപ്പൊ അടുത്ത വണ്ടി ഹോണ്ട അമേസ് വണ്ടി 2014 സിംഗിൾ ഓണർഷിപ്പ്, ഡീസലാണ്. 1,08,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അമേസ് പെട്രോൾ അല്ലേ? ഡീസൽ വണ്ടിയാണോ? അപ്പം ഹോണ്ട അമേസ് ഡീസലാണ്. ഡീസൽ മാനുവൽ. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഡീസൽ ആകുമ്പോൾ എബോ 20 മേളിൽ മൈലേജ് കിട്ടത്തില്ലേ? കേട്ടില്ല. 20 മേളിൽ മൈലേജ് കിട്ടത്തില്ലേ? 23-25 കിട്ടുന്നവരുണ്ട്. ഓക്കെ, ആ കിട്ടുന്ന ആളുടെ പേര് റോജൻ ദാസ് എന്നാണോ? അപ്പം ഇതിന്റെ വേരിയന്റ് ഏതാ പറഞ്ഞ വണ്ടി? സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. കമ്പനി മ്യൂസിക് സിസ്റ്റം എല്ലാം വരുന്നത്. ടയർ ഫ്രണ്ടിലെല്ലാം പുതിയതാണ്, ബാക്കിൽ ആവറേജ്. വണ്ടി വലിയ കുഴപ്പമില്ല, നീറ്റ് ആണ് അല്ലേ? എത്രയ്ക്ക് കൊടുക്കാം? നമുക്കിത് 4,35 കൊടുക്കാം ഫൈനലായിട്ട്. 4,35,000 ഫൈനലാണ്, അത് നെഗോഷ്യബിൾ ആണ്? മാക്സിമം ആണ്. ഓക്കെ, ശരി. അപ്പൊ ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 3-3.5 വരെ നോക്കാം. ശരി, അടുത്തുണ്ട്. അപ്പൊ അടുത്ത വണ്ടി റെഡ് കിഡ്. ഇത് വണ്ടി 2020 ലാസ്റ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, വെറും 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ന്യൂ ഷേപ്പ് ആണ്. പുതിയ വണ്ടി, പുതിയ മോഡൽ. ന്യൂ ഷേപ്പ് മോഡൽ. ടയറൊക്കെ ആവാത്ത തേയ്മാനമുള്ളൂ അല്ലേ? ഒരു 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? കേട്ടില്ല. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇത് ഷോറൂം സർവീസ് ആയിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഇത് മിഡിൽ വേരിയന്റ് ആണോ അതോ സെക്കൻഡ് വേരിയന്റ്? എയർ ബാഗ് ഉണ്ട്, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, എല്ലാം ഉള്ളത്. 2 ഡോർ പോയിന്റ് വരുന്നുണ്ട് അല്ലേ? കിഡെല്ലാം 2 ഡോർ അല്ലേ? ഇത് 4 ഡോർ ബേസ് മോഡൽ പറഞ്ഞു വരില്ല. എത്ര കൊടുക്കാം? 395 കൊടുക്കാം. 390,000 രൂപ. ഓക്കെ, 2020 വണ്ടി, ലാസ്റ്റ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, വെറും 12,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. AC പാസിംഗ്, പവർ വിൻഡോ, എയർ ബാഗ്, കമ്പനി മ്യൂസിക് സിസ്റ്റം എല്ലാം ഉണ്ട്. ഓക്കെ, അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും? പൈസ താണ്ടി കൊടുക്കാം. എത്ര ലോൺ എത്ര കയറും? മാക്സ് കയറും. മാക്സ് ഒരു 3.5 ലക്ഷം മാക്സ് ഉള്ള കയറും. ഈ 395 നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? ഭയങ്കര ആവശ്യമുള്ള ചെറുതായിട്ടൊക്കെ ചെയ്തെടുക്കാം. ശരി, അടുത്തുണ്ട്. ടാറ്റ നാനോ. ഇത് വണ്ടി 2011 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, വെറും 27,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. കമ്പനി സർവീസ് ആണ്. അപ്പൊ 27,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ, അപ്പം ലോക്കൽ സർവീസ് ഹിസ്റ്ററി ഉള്ളതാണ്. ഓക്കെ, ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളാം. അപ്പം ആ ടയറൊക്കെ 20,000 ഓടി തേയ്മാനല്ലേ ഉള്ളൂ? വണ്ടി കൊള്ളാം, നല്ല വണ്ടി കേട്ടോ. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസിനാണ്. സീറ്റുകളിൽ കമ്പനി സീറ്റുകളുള്ളത്. ഓക്കെ, അപ്പം ജെനുവിൻ കിലോമീറ്റർ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. AC ഉള്ള മോഡൽ അല്ലേ? അപ്പൊ AC വർക്കിംഗ് ആണല്ലേ? AC എല്ലാം വർക്കിംഗ് ആണ്. നല്ല സീറ്റൊക്കെ നല്ല നീറ്റ് ആണ്. അത് ഫാബ്രിക് ആണ് കിടക്കുന്നത് അല്ലേ? ഇതാണ് പറയുന്നതല്ലേ? ഓക്കെ, ലൈറ്റ് സീറ്റ് അടിച്ചിട്ടുണ്ട്. സീറ്റ് അടിച്ചിരിക്കുന്നതല്ലേ? അപ്പൊ ഫാബ്രിക് മെറ്റീരിയൽ. ഓക്കെ, അപ്പൊ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2011 വണ്ടി, ടാറ്റ നാനോ, 27,000 കിലോമീറ്റർ, കമ്പനി സർവീസ് ഉണ്ട്. ഓക്കെ, അപ്പം എത്രയ്ക്ക് കൊടുക്കാം? ആസ്കിംഗ് പ്രൈസ് 70,000. ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആണോ? ചെറുതായിട്ട് സ്ലൈറ്റ്ലി.
ലോൺ എത്ര കയറും അപ്പം? ലോൺ കയറും വണ്ടിക്ക്? ലോണ് പാടാണ്. ഞാൻ നോക്കി പഴയ മോഡൽ അറിയില്ല, പഴയ മോഡൽ ടാറ്റയ്ക്ക് ലോൺ ഇത് വണ്ടി 2010 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, വെറും 2,29,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അല്ലേ? വേരിയന്റ് ഏതായിരുന്നു? G4 ആണോ? G4. അലോയ്സ് വരൂലേ? അല്ലേ? അലോയ്സ് വീലേ വരുള്ളൂ. 7 സീറ്റ് ആണ്. 7 സീറ്റർ ഉണ്ട് അല്ലേ? പക്ഷെ നീറ്റ് ആണ്, ഇന്ത്യയിലൊക്കെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള. കേരള വണ്ടിയാണോ? ഒറിജിനൽ കേരള വണ്ടി. കേരള വണ്ടി. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ, അപ്പൊ എത്ര കൊടുക്കാം? 6 രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ. വണ്ടി അത്ര ഹൈ ക്വാളിറ്റി ആണ്. വണ്ടി വന്ന് ഓടിച്ചപ്പോൾ മനസ്സിലാവും. അതൊക്കെ കടമ്പ അറിയാലോ അതിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പ്, ഒറിജിനൽ കേരള വണ്ടി, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. 6 ലക്ഷം രൂപ. ഇത് നെഗോഷ്യബിൾ ആണോ? എന്തെങ്കിലും മാക്സിമം ആണ്. എന്തെങ്കിലും ചെറിയ രീതിയിൽ നോക്കാം. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് 4.5. ശരി, അടുത്തൊരു 8. ഇത് വണ്ടി 2012 ഡിസംബർ 13 രജിസ്ട്രേഷൻ, 13 4 മാസം രജിസ്ട്രേഷൻ വണ്ടിയാണ്. 85,000 കിലോമീറ്റർ. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇസഡ് ആണ്, ടോപ്പ് എൻഡ് ആണ്. ഡീസൽ വണ്ടി ടോപ്പ് എൻഡ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. വണ്ടി നീറ്റ് ആണല്ലോ? സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും വൃത്തിയുണ്ട്. ഷോറൂം സർവീസ് തന്നെയാണോ? ഏതാ? ഷോറൂം സർവീസ് തന്നെയാണോ? ഷോറൂം സർവീസ്. ടയർ 4 പുത്തൻ ടയർ. ഇൻബിൽറ്റ് സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരുന്നതാ. റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് അഡീഷണൽ. സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ് എല്ലാം ഉള്ളത്. റിവേഴ്സ് ക്യാമറ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നീറ്റ് വേണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എർട്ടിഗ എത്ര കൊടുക്കും? അല്ല സോറി, മൈലേജ് എങ്ങനെ പറഞ്ഞേ? മൈലേജ് 18-20 സ്പോട്ട് കിട്ടും. ഡീസൽ അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നും. കമ്പനി സർവീസ്, ടയർ 4 പുതിയ ടയർ. ടോപ്പ് എൻഡ്. എത്ര കൊടുക്കാം? 5-15 പ്രതീക്ഷിക്കുന്നു. 5-15 ചോദ്യം നെഗോഷ്യബിൾ ആണ്. ലോൺ എത്ര കയറും? ലോൺ 4 രൂപ അറേഞ്ച് കയറും. ശരി, അടുത്തോണ്ട് വണ്ടി ഓൾട്ടോ കേട്ടൺ. ഇത് വണ്ടി 2011 മോഡലാണ്. കേട്ടൺ സിംഗിൾ ഓണർ VXA വണ്ടി. 45,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കേട്ടൺ VXA 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഷോറൂം സർവീസ് ആണോ? ഷോറൂം സർവീസ്. ടയർ കണ്ടീഷൻ കുഴപ്പമില്ലല്ലേ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി നീറ്റ് ആണല്ലേ? ഇന്ത്യയിലെ പവറിന്റെ AC പവർ എല്ലാം വർക്കിംഗ് ആണ്. വണ്ടി നീറ്റ് ആണ്, സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി. എത്ര കൊടുക്കാം? 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ. 2011 വണ്ടി. 2 ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ്. ചെറുതായിട്ട്. ലോൺ എത്ര കയറും? ലോൺ ഒരു 1.40 1.5 വരെ. ശരി, അടുത്തുണ്ട്. വാഗണർ 2016 ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, 47,000 കിലോമീറ്റർ. നിരന്തരമായ വെയിലടിച്ച് ചൂടായി, ചൂട് രക്ഷയില്ല. 2016 VXA വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, 47,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി കൊള്ളാം. കമ്പനി സർവീസ് ഉള്ളതാണ്. ടയർ ഫ്രണ്ട് പുതിയ ടയർ അല്ലേ? ഫ്രണ്ട് പുതിയ ടയർ. കിലോമീറ്റർ എന്ന് പറഞ്ഞ് 47. വാഗണർ 15 കിലോമീറ്റർ മൈലേജിന് മേലെ വരൂലേ? തീർച്ചയായും 15-17 ദിവസം കിട്ടും. VXA ഇൻബിൽറ്റ് സ്റ്റീരിയോ, 4 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, എല്ലാം വരുന്നുണ്ട്. വണ്ടി കൊള്ളാം. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി, സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും. ടയർ ഫ്രണ്ട് 2 പുതിയതാണ്, ബാക്കിൽ ആവറേജ് ടയർ ഉണ്ട്. തീർച്ചയായും ഇതിൽക്കൊള്ളൊന്നും പറയാനില്ലല്ലോ. എത്ര കൊടുക്കുക? 3.80 പ്രതീക്ഷിക്കുന്നു. നെഗോഷ്യബിൾ ആണ്. ലോൺ എത്ര കയറും? ലോൺ ഒരു 3.10 3.15 വരെ ഒക്കെ നോക്കാം. അപ്പം അടുത്ത വണ്ടി ഒമിനി. ഇത് വണ്ടി 2018 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 42,000 കിലോമീറ്റർ. വേറെ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ്, റീപ്ലേസ്മെന്റും ഇല്ല. ഒന്നുമില്ല അല്ലേ? ഇത്രയും കിലോമീറ്റർ വണ്ടി കണ്ടീഷൻ ആയിരിക്കുമല്ലോ. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? വണ്ടി നീറ്റാണ്. ഇന്റീരിയറിലൊക്കെ നല്ല നീറ്റാണ്. പക്ഷെ ഒമനി ഇന്റീരിയൽ നീറ്റായിട്ട് വളരെ ചുരുക്കമാണല്ലേ?
ഓമിനി പൊതുവെ ഇന്റീരിയറിൽ നീറ്റ് ആയിട്ടുള്ള വണ്ടി ചുരുക്കമാണ്. കിട്ടുന്നുണ്ട്. ഇത് പക്ഷെ നല്ല നല്ല quality വൃത്തിയാണ്. ഓക്കെ, കാരണം എല്ലാം മിക്കവാറും ലോഡ് അടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് വണ്ടി തുറക്കും. അപ്പൊ ഈ വണ്ടി കണ്ടീഷൻ വണ്ടി എത്ര കൊടുക്കാം? നമുക്ക് ഫാനിൽ ഒരു 2.95 കൊടുക്കാം. 2.95. ഓ, ലോൺ എത്ര കയറും? ലോൺ 2 രൂപ കയറും. ശരി, അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി സാൻഡ്രോ 2018 മോഡല്, സ്പോർട്സ് ആണ്. 48,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. AC പോസിറ്റീവ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, കമ്പനി മ്യൂസിക് സിസ്റ്റം വിത്ത് ടച്ച് സ്ക്രീൻ, സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. താഴ്ത്തി വരുന്നുണ്ട്. അതായത് വൈപ്പർ അങ്ങനെ ചെറിയ വ്യത്യാസം വരും. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. എയർ ബാഗ് വരില്ലല്ലോ? എയർ ബാഗ് വരും ഉണ്ടല്ലേ? സാൻഡ്രോ ആവുമ്പോൾ മൈലേജ് എങ്ങനെ വരും? ഇത് മലയുണ്ട്. മൈലേജ് ഉള്ള വണ്ടി. പഴയ സാൻഡ്രോ ഇതോട്ട് കമ്പയർ ചെയ്യില്ലേ? ഇതിന് മൈലേജ് കൂടുതലാണല്ലേ? ഇത് പക്ഷേ നമ്മുടെ ആസ്തയായിട്ട് വലിയ വ്യത്യാസം ഇല്ലല്ലേ സ്പോർട്സിന്? എല്ലാം സെയിം തന്നെ. ഇവിടെ റിയർ വൈപ്പർ ആ ഒരു വ്യത്യാസം മാത്രമേ കാണുള്ളൂ. അത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 48,000 കിലോമീറ്റർ ഓടിയ വണ്ടി എത്രയ്ക്ക് കൊടുക്കുക? 4 രൂപ കൊടുക്കുക. 4 ലക്ഷം രൂപ. 2018 വണ്ടി. 18 വണ്ടി. ഓക്കെ, നല്ല ക്വാളിറ്റി ഉണ്ട്. നോക്കാം. നമ്മൾ ഓരോരുത്തർ ഈ പറയട്ടെ, നമ്മള് വീഡിയോ കണ്ട് ജസ്റ്റ് വന്ന് നോക്കിയാൽ അവരുടെ ക്വാളിറ്റി മനസ്സിലാവും. ശരി, ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 3.5 ചെയ്യാം. ശരി, അടുത്ത വണ്ടി നോക്കാം. അപ്പൊ അടുത്ത വണ്ടി സാൻഡ്രോ. ഇത് വണ്ടി 2019 ആണ്. 19 സിംഗിൾ ഓണർഷിപ്പ്, 35,000 കിലോമീറ്റർ. കാര്യങ്ങളൊന്നുമില്ല. ആസ്തയാണ് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ഇത് 19 മോഡലല്ലേ? ഇത് 19. നേരത്തെ 18, ഇത് 19. ഓക്കെ, വണ്ടി ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി കറക്റ്റ് സർവീസ് ആണ്. എല്ലാം ടോപ്പ് എൻഡ് വണ്ടി. ബാക്ക് റിയർ AC എല്ലാം വരുന്നത്. വൈപ്പർ വരുന്നുണ്ട്. അസംബ്ലി വലിയ വ്യത്യാസമില്ല. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഓക്കെ, നമ്മുടെ സ്പോർട്സിൽ ടാക്കോമീറ്റർ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ടാക്കോമീറ്റർ ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ എത്ര കൊടുക്കാൻ വേണ്ടി? ഇത് നമുക്ക് ഒരു 4.35 കൊടുക്കാം. 4.35. ഓക്കെ, ഫിനാൻസ് എത്ര ആയിരുന്നു? ഫിനാൻസ് നമുക്കൊരു 3.75 വരെയൊക്കെ നോക്കാം. ശരി, അടുത്തോണ്ട് നോക്കാം. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ. ഇത് വണ്ടി 2013 വണ്ടി. സ്വിഫ്റ്റ് ഡിസയർ LD ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 1.53 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി കൊള്ളാം. ഡീസൽ വണ്ടി. മൈലേജ് എത്ര ഡീസൽ സ്വിഫ്റ്റ് ഡിസയർ? ഇത് നമുക്ക് 20 മേലെ കിട്ടും. കമ്പനി സർവീസ് ആണോ പുറത്താണോ? കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, അപ്പൊ എത്ര കൊടുക്കാൻ വേണ്ടി? നമുക്ക് 2.85 ചോദിക്കുന്നുണ്ടല്ലേ? ഇത് ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? കമ്പനി എല്ലാം ചെയ്തിട്ടുള്ളതാണോ? LD വരുമല്ലോ? ഒറിജിനൽ ഇതാണ് വെച്ചിരിക്കുന്നത്. പവറും ചെയ്തിട്ടുണ്ടോ? AC പവർ. എത്ര കൊടുക്കാം? 3.85 കൊടുക്കാം. 2.85. ഓക്കെ, അപ്പൊ നമ്മുടെ വില നമ്മൾ പറഞ്ഞത് 2.85 അല്ലേ? ലോൺ കയറുക വണ്ടിക്ക് എത്ര കയറും? ഫുൾ കൊടുക്കാം.